ലോകം അവസാനിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചില പ്രവചനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരാറുണ്ട്. അത്തരത്തിൽ രംഗത്ത് വന്ന ഒരാളാണ് ഗാനയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. നോഹയുടെ ബൈബിളിലെ നോഹയുടെ മാതൃകയിൽ ഒരു പേടകമൊക്കെ നിർമ്മിക്കുന്ന പ്രവൃത്തിയിലൊക്കെ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടായി. എന്താണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്ന് പറയാനുള്ള കാരണം? എന്ത് കാരണത്താലാണ് ക്രിസ്മസോടുകൂടി ലോകം അവസാനിക്കുന്നും ഇദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായത്? ഗൗതമേ, ഇദ്ദേഹം പ്രവചിച്ചത് കഴിഞ്ഞ പോയ ഡിസംബർ 25 ക്രിസ്മസ് ദിനം. അന്ന് മഴ ഒരു 4 വർഷം വരെ നീണ്ടു നിൽക്കും, ഈ ലോകം മുങ്ങിപ്പോകും. അപ്പൊ അതിൽ അതിജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ കൂടെ കൂടാം ഇത് പറഞ്ഞിട്ട് ഞാനൊരു വലിയ പെട്ടകം, ഈ നോഹയുടെ പെട്ടകം പോലെ പണിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയ പ്രചരണം കഴിഞ്ഞ 2025 ഓഗസ്റ്റ് മുതലാണ് ഈ ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അപ്പൊ ഈ ഘാനയിലെ ഏതോ ഒരു കുഗ്രാമമാണ് സ്ഥലം, ഏതോ പ്രാദേശിക ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഇത് ലോകത്തുള്ള സകലർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പല പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഈ തടി കൊണ്ട് നിർമ്മിക്കുന്ന ഈ ബോട്ടിന്റെ മാതൃകയിലുള്ള വലിയ നമ്മുടെ പത്തേമാരിയൊക്കെ ഉണ്ടല്ലോ കോഴിക്കോട് പണ്ട് നിർമ്മിക്കുന്ന അതേപോലെ ഒരു നിർമ്മിതി പുറകിൽ നടക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഇയാൾ വിശ്വാസം നേടിയെടുത്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാര്യം വലിയ പിന്തുണ ഇദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹത്തിന്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഫോളോവേഴ്സ് മാത്രം 2 ലക്ഷം ഉണ്ടെന്നാണ് കണക്ക്. പലരും ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ പ്രാർത്ഥനാ സഹായങ്ങൾ നേരാൻ തുടങ്ങി. ചില ഈ എന്താ പറയുക, സന്ധി എടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടുന്നപ്പോൾ നമ്മൾ ഈ നേർച്ച നേർന്ന പോലെ പരിപാടി. ചിലര് നല്ല ഉഗ്രൻ ട്രോളുന്നുണ്ടായിരുന്നു. കാര്യം ഈ ഉണ്ടാക്കുന്ന പെട്ടകത്തില് വൈഫൈ ഉണ്ടാകും, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും, അതേപോലെ മറ്റേ ATM മെഷീൻ പോലുള്ള സംവിധാനം ഉണ്ടാകും. ഇങ്ങനെ ട്രോളോട് ട്രോൾ. ഏതായാലും ഇദ്ദേഹം പറഞ്ഞത് ഡിസംബർ 25 തുടങ്ങുന്ന മഴ അന്ന് ലോകാവസാനം ആരംഭിക്കും, 4 വർഷം വരെ തുടർച്ചയായ മഴയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ പുള്ളിയൊന്ന് ട്രാക്ക് മാറ്റി. മറ്റേ അമർ അക്ബർ ആന്റണി സിനിമയുടെ അകത്ത് നമ്മുടെ ഇന്ദ്രജിത്ത് ചോദിക്കുന്ന പോലെ പ്രതികാരം നമുക്ക് നാളെ ചെയ്താൽ മതിയോ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പുള്ളി പറയുകയാണ്, ഇപ്പൊ ലോകം അവസാനിക്കാൻ സാധ്യത ഇല്ല എന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. കാരണം എന്റെ ഈ പെട്ടകം നിർമ്മിതിയുമായിട്ട് സഹകരിക്കാൻ കോടാനുകോടി ജനങ്ങളുണ്ട്. അപ്പൊ അവരെ എല്ലാരെയും സഹകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോ കുറച്ചുകൂടി സമയം വേണം. അപ്പോ കുറച്ചുകൂടി സമയം ഞാൻ ആവശ്യപ്പെട്ടു, ദൈവം എനിക്ക് അതിനുള്ള അനുമതി തന്നു. അപ്പോ ഉടനെ അതിനുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. ആരും തിരക്ക് കൂട്ടണ്ട, ലോകാവസാനം നാളെയോ മറ്റന്നാളോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുള്ളി പറയുന്നത്. ഏതായാലും ഇദ്ദേഹം ലോകം മുഴുവനും ഇദ്ദേഹത്തിന്റെ വീഡിയോ പ്രചരിക്കപ്പെട്ടു. കടുത്ത വിശ്വാസികളായ പലരും വലിയ രീതിയിലുള്ള പണം ഇദ്ദേഹത്തിന് സംഭാവനയായി നൽകിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഈ ലോകാവസാനം പ്രവചിച്ച് ലോകം അവസാനിച്ചില്ലെങ്കിലും പുള്ളി ഇപ്പോൾ നടക്കുന്നത് പുതിയൊരു മെഴ്സിഡസ് ബെൻസിലാണ്. ആ ബെൻസിന് ഇന്ത്യൻ രൂപയിൽ 79 ലക്ഷം രൂപ വില വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ വസ്ത്രം ഭയങ്കര കോമഡിയാണ്. ഏതോ പഴയ ഉള്ളിച്ചാക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ചണച്ചാക്കുണ്ടല്ലോ അതിനെ 2 തുളയൊക്കെ ഇട്ട് അത് ദേഹത്തിട്ടിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത് മുഴുവൻ. അപ്പോ ഈ നോഹ ഈ ബൈബിളില് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ നോഹയുടെ പെട്ടകത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. അതില് ഈ ലോകത്ത് ഭൂമിയിൽ അന്ന് അനീതിയും അക്രമവും പാപങ്ങൾ പെരുകി ആ സമയത്ത് നല്ലവരായി മാത്രം നിലനിർത്തി ബാക്കിയുള്ളവരെ ഇല്ലായ്മ ചെയ്യണം എന്ന് ദൈവം തീരുമാനമെടുത്തു. അപ്പൊ നോഹ എന്ന് പറയുന്ന നീതിമാനായതുകൊണ്ട് നോഹയോട് ദൈവം കൽപ്പിച്ചു, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും ഇണകൾ സഹിതം ഒന്നല്ല ഒരു ഇണയായിട്ട് നിങ്ങൾ സമാഹരിക്കുക. അതുപ്രകാരം നോഹ തയ്യാറാക്കിയ പെട്ടകത്തില് അന്നുണ്ടായിരുന്ന ജീവജാലങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഈ ചങ്ങാതി ഉണ്ടാക്കുന്ന പെട്ടകം അത് ഒരെണ്ണം തയ്യാറായി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ഏതാണ്ട് 6000-ഓളം പേരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെയാണ് ഇദ്ദേഹം തള്ളി വിട്ടിരിക്കുന്നത്. ഇപ്പോ ഈ നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് പല അറകളായിട്ടാണ് നിർമ്മിച്ചതെന്നുള്ളതാണ് ബൈബിളിലെ പരാമർശം. പക്ഷെ ഇദ്ദേഹത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് പഴയ ഒരു വലിയൊരു കേവ് വെള്ളം പോലെ ഒരു സംഗതിയാണ്. അതിൽ ഈ 6000 പേരെന്ന് പറയാൻ അവർ അട്ടിയിട്ട് അടുക്കി നിൽക്കേണ്ടി വരും. അവർക്ക് പരസ്പരം എന്താ പറയാ കൂട്ടിമുട്ടി ഒരസ് നിന്നാൽ ഈ 6000 പേരെ ഉൾക്കൊള്ളാം. അപ്പൊ ഇദ്ദേഹം വീണ്ടും പറയുന്നത് ഇപ്പൊ ഒരു പെട്ടകമാണ് ഞാൻ തയ്യാറാക്കി, അതേപോലെ 8 എണ്ണം തയ്യാറാക്കാനുണ്ട്. പിന്നെ ഒരു വലിയ ഒരു പെട്ടകത്തെ കുറിച്ച് അയാൾ പറയുന്നത് അതിൽ 60 കോടി മനുഷ്യരെ ഉൾക്കൊള്ളാൻ വരുന്ന ഭീമാകാരമായ പെട്ടകം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. നമുക്ക് ബൈബിളിലെ പരാമർശം വെച്ച് നോക്കിയാല് അവിടെ
40 ദിവസവും 40 പകലും നീണ്ടുനിന്ന മഴ പെയ്തു. അതിനുശേഷം ഏതാണ്ട് 150 ദിവസത്തിന് ശേഷമാണ് ആ പ്രളയം അവസാനിച്ചത്. അപ്പൊ ലോകം കീഴ്മേൽ മറിഞ്ഞു. അപ്പൊ ദൈവവചനം ഉണ്ടായി, ഇനി ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ ഭൂമിയിലെ ജീവജാലങ്ങളെ പരീക്ഷിക്കില്ല. അതിന്റെ തെളിവായിട്ട് മഴവില്ല് സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെയാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ ആ ബൈബിൾ വചനം തന്നെയാണ് പലരും ഇദ്ദേഹത്തിന്റെ വാദഗതിയെ തള്ളിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് താഴെ പലരും കമന്റ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നോക്കാതെയാണ് പലരും ഇദ്ദേഹത്തെ വിശ്വസിച്ച് വലിയ രീതിയിൽ തുക സംഭാവന ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ബൈബിൾ വചനത്തിൽ തന്നെ ദൈവം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഇത്തരത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാകില്ല എന്ന് ദൈവം പറഞ്ഞത്. അപ്പോ ബൈബിൾ ആണോ ശരി, അത് ഈ പറയുന്നതാണോ ശരി എന്നുള്ളത് വലിയ തർക്കമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. ഏതായാലും ചുളുവിൽ ചങ്ങാതി ഒരു ബെൻസ് കാർ സ്വന്തമാക്കി. ഇദ്ദേഹം ഇപ്പോ അവിടെ ആ പ്രദേശങ്ങളിൽ വലിയ ഒരു ദൈവിക പരിവേഷം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വലിയ ദൈവവചന പ്രഘോഷണ വേദികളിലൊക്കെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ പലരും ഇദ്ദേഹത്തെ പുതിയ കാല നോഹയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ പ്രചരണമൊക്കെ വരുന്നുമുണ്ട്. ഏതായാലും നിലവില് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ഏതെങ്കിലും ദൈവസഭകളോ ഏതെങ്കിലും പുരോഹിതന്മാരോ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം മൊത്തത്തിലോ അംഗീകരിച്ചിട്ടില്ല. ആരും ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടും വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആരും സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിത ഒരു നോഹയായിട്ട് മാറുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. അങ്ങനെ അദ്ദേഹം ചുളുവില് വലിയ രീതിയിൽ ധനം സമ്പാദിച്ചു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഈ വാദഗതികൾ നിലവിൽ സോഷ്യൽ മീഡിയയിലാണ് ഉള്ളത് വലിയ രീതിയിൽ. പക്ഷെ അതിലും ഒരു വാദമുണ്ട്. കാര്യം ഇദ്ദേഹം പ്രാദേശിക ഭാഷയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പുറത്തുവിട്ട പല വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്തുള്ള സകലരെയും ഇതിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഈ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കേണ്ട അത് ശരിയാകില്ലല്ലോ. പിന്നെ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള യഥാർത്ഥ വസ്തുത പുറത്തു വരാതിരിക്കാനായിരിക്കണം ഒരുപക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കുന്നത് എന്നുള്ളതാണ് ചിലരുടെ നിഗമനം. ഇനി ഈ AI സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി കിട്ടിയിട്ടുണ്ടാകണം എന്ന് ചിലർ പറയുന്നു. കാരണം ഈ നിർമ്മിച്ച പേടകം എന്ന് പറയുന്ന അല്ലെങ്കിൽ പെട്ടകം എന്ന് പറയുന്നതിന്റെ 3 or 4 ഇരട്ടി വലിപ്പം തോന്നിക്കുന്ന തരത്തിൽ ഇതൊക്കെ AI വിദ്യയുടെ സഹായത്തോടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന തരത്തിൽ. അതായത് അവിടെയുള്ള വലിയ ജനക്കൂട്ടത്തെയൊക്കെ കാണിക്കുന്നു, അതൊക്കെ AI നിർമ്മിതി ആയിരിക്കാം എന്ന തരത്തിൽ ചിലർ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രചരണം അവിടെ അദ്ദേഹത്തിന് വളരെ ഗുണകരമായി എന്നുള്ളത് ഇപ്പൊ പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന് വലിയ രീതിയിൽ ധനസമ്പാദനം നേടാനായി അദ്ദേഹത്തിന് ഒരു ദൈവിക പരിവേഷമൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ കാത്തിരിക്കുക, അത് നാളെ നീളെ എന്ന് പറയുന്നത് പോലെ ഇനി എപ്പോഴാണ് അദ്ദേഹത്തിന് വെളിപാട് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അതുവരെ അദ്ദേഹത്തിന്റെ ഈ പ്രചരണവും ആ പെട്ടകവും അവിടെ തന്നെ കാണുമെന്നാണ് തോന്നുന്നത്.